കൊടുവള്ളി പരപ്പാറയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അനൂസ് റോഷൻ എന്ന് പറയുന്ന 21-കാരനെ ഗുണ്ടാ സംഘം എത്തി തട്ടിക്കൊണ്ടുപോയത്. ഇത്രയും ദിവസമായിട്ടും പോലീസിന് ഈ കൊട്ടേഷൻ സംഘത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ 2 പേരെ കരുതൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വാഹനത്തിൻ്റെ ഉടമകളായ 2 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതേസമയത്ത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് ഇവരെ കണ്ടെത്താൻ കഴിയാത്തതിലൊരു പ്രതിഷേധമാണ് അവരുടെ നാട്ടിൽ തന്നെ പരപ്പാറയിൽ തന്നെ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. അത് 100ഓളം ആളുകൾ ഇവിടെ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്. കാരണം കുട്ടികളടക്കമുള്ള സ്ത്രീകളടക്കമുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ റോഷൻ്റെ പിതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കിടക്കുന്നത്? നാട്ടുകാരുടെ ആശങ്ക, തട്ടിക്കൊണ്ടുപോകുന്നു. ഞങ്ങളെ സങ്കടം, വേദനകള് കുടുംബനാഥനെ തടഞ്ഞു വെക്കുന്നു. അതന്നെ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാണ്, തൃപ്തികരമാണ്. DIG അടക്കമുള്ള ആളുകൾ, IG അടക്കമുള്ള ആളുകൾ ഇതിൽ വളരെ ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് അവർ നടത്തുന്നുണ്ട്. ഇതിൽ ഇടനില നിന്ന് ഒരാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇടനിലക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കാര്യങ്ങൾ ഇപ്പോൾ പോലീസുകാർ അയാൾ അറസ്റ്റ് ഉണ്ടാക്കി എന്തൊക്കെ അതിൽ പ്രാദേശികമായ പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. ഒരു പ്രാദേശിക സഹായം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ലോക്കൽ സഹായം പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാണ്. അതിലഭിപ്രായം പോലീസ് വളരെ തൃപ്തികരമാണ്. പക്ഷേ ഈ സമയം വൈകുന്നതിൽ നമുക്ക് ആശങ്കയുണ്ട്. ആശങ്കയാണ്. പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇവരിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം കാര്യക്ഷമമാക്കണം എന്നുള്ളൊരു നിർദ്ദേശം അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഇത്ര സമരത്തിലേക്ക് കിടക്കുന്നത്? നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 5 ദിവസത്തിലേക്ക് കിടക്കുകയാണ്. 21 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്നേ വരെ ഞങ്ങൾക്ക് ആ കുട്ടിയെ കിട്ടിയിട്ടില്ല. ഇവിടെ പല ആളുകളെയും അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പല ആളുകളെയും ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഞങ്ങളുടെ നാടിന് ഞങ്ങൾക്ക് ആവശ്യം ആ കുട്ടിയെയാണ്. ആ കുട്ടിയെ കിട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ ജനങ്ങൾ ഒന്നാകെ വയലൻ്റാണ്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആളുകൾ ഇവിടെ നിൽക്കുന്നത്. ഇന്നിപ്പോൾ വാപ്പയും ഉമ്മയും ഒക്കെ ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് 4-5 ദിവസമായി അവർ ഭക്ഷണം കഴിച്ചിട്ട്. SP അടക്കം IG അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നം. അതായത് ഞങ്ങൾക്ക് SP അടക്കം DYSPയോടൊക്കെ ഞങ്ങൾ നിരന്തരം സംസാരിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായ സംസാരങ്ങളാണ് ഞങ്ങൾക്ക് ലഭ്യമാകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ കുറ്റം പറയുകയല്ല, അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആവശ്യം കുട്ടിയെ കിട്ടുക എന്നതാണ്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ഏതായാലും പോലീസിന്റെ അന്വേഷണത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പരമാവധി അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പോലും ഇപ്പോഴും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്, ഒരു യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു നടപടികളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ കരുതൽ തടങ്കലിലോ വെക്കുന്നതുകൊണ്ട് കാര്യമല്ല. ഇവനെ തന്നെ അനൂസ് റോഷനെ തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തണമെന്നൊരു ആവശ്യമാണ്. അത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരത്തിലേക്കാണ് ഇപ്പോൾ ഇവിടെ കടക്കുകയും ചെയ്തത്. സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.